എല്ലാവർക്കും വാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശുക്രൻ്റെ 12 രാശികളിൽ സ്ഥിതി ചെയ്താൽ 12 ഭാവങ്ങളിൽ സ്ഥിതി ചെയ്താലുള്ള ഗുണദോഷ ഫലങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരുന്നത്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ശുക്രനും മറ്റു ഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്താൽ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുകയോ നോക്കുകയോ ദൃഷ്ടിയൊക്കെ വന്നാലുള്ള ഫലമാണ് ഞാനിവിടെ പറയുന്നത്. എന്നുവെച്ചാൽ ശുക്രന് ജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. കളത്രകാരകനാണ്. 7ാം ഭാവത്തിൻ്റെ, അതായത് കളത്രം ദാമ്പത്യ ജീവിതത്തിൻ്റെ കാരകൻ ശുക്രനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശുക്രന് ഏതൊക്കെ ഗ്രഹങ്ങൾക്ക് ദൃഷ്ടി, പാപയോഗം, ശുഭയോഗം, അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്ക് യോഗം ഉണ്ടെന്നുള്ളതോ നമ്മളത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ പരിഹാരം, ഇപ്പോൾ ദോഷമാണെങ്കിൽ അതിൻ്റെ ഏത് ഗ്രഹത്തിനാണ് ദോഷം അറിഞ്ഞാൽ ആ ഗ്രഹത്തിൻ്റെ പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ പറയുന്നത് ശുക്രനും സൂര്യനുമായിട്ട് യോഗം ചേർന്നാൽ, അല്ലെ നോക്കുകയോ സൂര്യൻ യോഗം ചെയ്യുകയോ ചെയ്താൽ ആ സമയത്ത് ശുക്രൻ്റെ ദശയിൽ ലോട്ടറി പോലുള്ള ഭാഗ്യാനുഭവങ്ങൾ കൈവരും. പിന്നെ അതുപോലെ ഭാര്യാനാശം ഇവിടെ പറയുന്നുണ്ട്. തൊഴിൽ നഷ്ടം, ഭൂമി അന്യാധീനപ്പെടൽ വരുന്നുണ്ട്, സ്ഥാനഭംശം പറയുന്നുണ്ട്, എന്നിവയുണ്ടാകും. ഗുണം അല്പം മാത്രമേ ഉള്ളൂ. ബഹുഭൂരിപക്ഷവും ദോഷഫലങ്ങൾ തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സൂര്യനുമായിട്ട് ദൃഷ്ടിയോ യോഗം വന്നിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ശിവന് കൂടുതൽ പ്രാർത്ഥിക്കണം, ആചരിക്കണം. ശിവക്ഷേത്രം ദർശനം, ശിവന് ധാര, കൂവളത്തുമാല, അഭിഷേകമൊക്കെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ നമുക്ക് ആ ശുക്രൻ്റെ ആ ദിശയിൽ സൂര്യൻ ഭവിച്ചിട്ടുള്ള സൂര്യൻ മുഖേന ഭവിച്ചിട്ടുള്ള ആ ദോഷങ്ങൾക്ക് നമുക്ക് ഒരു പരിഹാരമാണ്. അടുത്തത് ചൊവ്വയായിട്ട് ചേർന്ന് നിൽക്കുകയോ നോട്ടത്തിൽ നിൽക്കുകയോ ചെയ്താൽ ചന്ദ്രനും ചൊവ്വയോടും നമ്മളിവിടെ പറയുന്നുണ്ട്. ആ കാലത്ത് ദിശയിൽ ധനം, വാഹനം എന്നിവ അധീനത്തിലാകുമെന്ന് പറയുന്നുണ്ട്. ചൊവ്വയോട് ചേർന്നോ ചൊവ്വയുടെ നോട്ടത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ സർവ സ്വത്തുക്കളും നശിക്കുകയും വീണ്ടും വന്നു ചേരുകയും ചെയ്യും. ശരീരത്തിനും മനസ്സിനും ബലക്കുറവ് അനുഭവപ്പെടും. ജീവിത പങ്കാളിയുമായി വിരഹത്തിനോ വിയോഗത്തിനോ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ചന്ദ്രനും ചൊവ്വയ്ക്കും ധനം, വാഹനങ്ങളൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതുപോലെ നമുക്കതിന് അവിടെ ദോഷമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചൊവ്വ, ഭദ്രകാളി ഭഗവതി, അത് നമ്മൾ ഈ ചൊവ്വ എന്ന് പറയുമ്പം ഏത് ചൊവ്വയാണ്? അതായത് ഞാൻ പറഞ്ഞു, മേടത്തിലെ ചൊവ്വയാണ് അത് സുബ്രഹ്മണ്യനാകാൻ സാധ്യത. വൃശ്ചികത്തിലെ ചൊവ്വയാണെങ്കിൽ അത് ഭദ്രകാളി. അപ്പം ചന്ദ്രനാവുമ്പോൾ ദുർഗയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാലയളവിൽ ദുർഗാ ഭഗവതിയെയും അത് ചൊവ്വ ഏത് രാശിയിലാണെന്നുള്ള അറിഞ്ഞതിന് ശേഷം ആ ചൊവ്വയ്ക്ക് നമ്മൾ പരിഹാരം ചെയ്യണം. അപ്പോൾ ബുധനുമായി ചേർന്ന് നിൽക്കാൻ ആ സമയത്ത് ശുക്രദശയിൽ രാഷ്ട്രീയ ജീവിതത്തിൽ, അതായത് ശുക്രദശയിൽ ബുധനുമായിട്ട് യോഗമോ ദൃഷ്ടിയോ ഒക്കെ വരുന്ന സമയത്തേതാണ് നമ്മളിവിടെ പറയുന്നത്. ആ സമയത്ത് രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗം പറയുന്നുണ്ട്. എന്നാൽ വ്രണം കൊണ്ടുള്ള രോഗം, ശത്രുക്കളുടെ ശല്യം, ജീവിത പങ്കാളിക്ക് രോഗം, ഇവയും പറയുന്നുണ്ട്. അപ്പം ഗുണദോഷ മിശ്രിത ഫലമാണ് ബുധനുമായിട്ടും പറയുന്നത്. വ്യാഴനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഇവിടെയും രാഷ്ട്രീയ നേട്ടങ്ങൾ പറയുന്നുണ്ട്. വലിയ പദവികൾ എത്തിച്ചേരാനുള്ള യോഗം പറയുന്നുണ്ട്. എന്നാൽ ഭൂമി, ധനം, ധാന്യം ഇവയെല്ലാം നഷ്ടപ്പെടുകയും മനസ്സുഖം കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ശുക്രൻ ശുഭനാണ്. ഈവൻ മറ്റ് ശുഭഗ്രഹങ്ങളുമായിട്ട് ശുക്രന് ചേരുമ്പോൾ പോലും നമുക്ക് ദോഷവും ഗുണവും പറയുന്നുണ്ട്. സാധാരണ നമ്മളൊരു ശുഭഗ്രഹത്തിൻ്റെ ദശാകാലത്ത് പാപന് കൂടെ നിൽക്കുകയോ യോഗമോ ദൃഷ്ടിയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഫലം നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ ഇവിടെ
പ്രത്യേകിച്ച് ശുക്രന് ഈ ഫലം നമുക്ക് വരുന്നുണ്ട്. അടുത്തത് ശനിയുമായി ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഗ്രാമദേശങ്ങളുടെ ഭരണാധികാരം കൈവരാനൊക്കെ യോഗം പറയുന്നുണ്ട്. അതായത് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവയുടെയൊക്കെ അംഗമോ അധ്യക്ഷനോ ഒക്കെ ആകാനുള്ള യോഗം പറയുന്നുണ്ട്. പക്ഷേ ശൂദ്ര സ്ത്രീകളുമായി തൻ്റെ വിലയ്ക്കും നിലയ്ക്കും ചേരാത്തവരുമായി ബന്ധപ്പെടാനും ജീവിത പങ്കാളിക്ക് രോഗമോ മരണമോ പോലും സംഭവിക്കാമെന്നാണ് പറയുന്നത് ഈ ശുക്രദശയിലെ ശനി യോഗം ചെയ്ത് നിൽക്കുന്ന ശുക്രൻ്റെ സമയത്ത്. അടുത്തത് രാഹു കേതുവായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പം ഈ രാഹുവിനോടും കേതുവിനോടും യോഗമോ ദൃഷ്ടിയോ വരുന്ന ആ ശുക്രൻ്റെ ദശയിൽ ജാതകന് വിധവകളായ സ്ത്രീകളുമായി സംഗമിക്കേണ്ടി വരുമെന്ന് അത് വളരെ കറക്റ്റായിട്ട് വളരെ ഫലവത്തായിട്ട് പലർക്കും ആ ഫലം വന്നിട്ടുണ്ട്, വന്നിരിക്കും. അങ്ങനെയാണ് ഈ ശുക്രന് രാഹു കേതു യോഗം വരുന്ന സമയത്ത് കള്ളന്മാരാൽ നാശമുണ്ടാവുക, ഭാര്യാനാശം ഉണ്ടാവാം. അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മൾ ആ ശുക്രൻ്റെ കൂടെ നിൽക്കുന്ന രാഹു കേതു ആകുമ്പോൾ കേതുവിന് ഗണപതി, ചാമുണ്ടി അങ്ങനെയുള്ള ഭഗവതിക്ക് നമുക്ക് ചെയ്യാം. രാഹുവിന് സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുന്ന ഗുണകരമായിരിക്കും. ഞാനിത് പറയുന്നത് അതായത് ശുക്രന് ജ്യോതിഷത്തിലും നമ്മുടെ ഗ്രഹനിലയിലും വളരെ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ശുക്രൻ്റേത് മാത്രം, അല്ലെങ്കിൽ ഞാൻ ഇനി ഇതുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന ഓരോ ഗ്രഹങ്ങളുടെ സമയത്ത് ഞാനിത് പറയാനിരുന്നത്. പക്ഷേ ഇപ്പം ഇപ്പം കഴിഞ്ഞ എപ്പിസോഡുകളിൽ ശുക്രൻ്റെ 12 രാശികളും 12 ഭാവങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ ഇതുകൂടെ ഉൾപ്പെടുത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ശുക്രനുമായിട്ട് മറ്റുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും യോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് അറിഞ്ഞ് പരിഹാരം ചെയ്യണം. ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധമുള്ളതാണ് ശുക്രന്. ധനത്തിൻ്റെ നമുക്ക് രണ്ടാമത് പറഞ്ഞാൽ മതി. ആദ്യം നമുക്ക് കളത്രം ആയിട്ട് ബന്ധപ്പെട്ട ശുക്രനാണ്. അതുകൊണ്ടാണ് ഞാനിതിവിടെ പ്രത്യേകിച്ച് അഡ്വാൻസ് ആയിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ ഗ്രഹനില നോക്കിയാൽ അറിയാൻ പറ്റും അതിന് പരിഹാരം. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുക. പരിഹാരം ചെയ്യുന്നതോടുകൂടി അതിന് ഫലം കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.